അടുത്തുള്ള ചർച്ചയാണല്ലോ. പണ്ട് CPM-ഉം ഇടതുമുന്നണിയും എടുത്തിരുന്ന നയം, എല്ലാ കാര്യങ്ങളിലും എന്തായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാലോ. ഉദാഹരണമായിട്ട് സ്വാശ്രയ സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ സ്വാശ്രയ മേഖലയിൽ, സ്വകാര്യ മേഖലയിൽ അനുവദിച്ചപ്പോൾ എന്ത് സമീപനം അവരെടുത്തിരുന്നത്? ഇവിടെ വലിയ ബഹളം ഉണ്ടായത് അതിനല്ലേ, സമരം ഉണ്ടായത് അതിനല്ലേ. ആ നയം മാറിയില്ലേ? ആ നയം മാറി. അപ്പോൾ ഇവിടെ നയമാറ്റം സംഭവിച്ചിരിക്കുന്നത് അവർക്ക് തന്നെയാണ്. പണ്ടേ അവർ ഈ കാര്യത്തിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക്, പോസിറ്റീവ് ഞാൻ പറയുന്നില്ല, ഒരു ഗിവ് ആൻഡ് ടേക്ക് സമീപനം എടുത്തിരുന്നെങ്കിൽ കേരളം ഇന്ന് എവിടെയോ എത്തുമായിരുന്നു. എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ വിഷയത്തിൽ അവരുടെ സമീപനം നെഗറ്റീവായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പോസിറ്റീവ് ആണ് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റം അവർക്കാണ്. അതൊന്നും ഇന്ന് ചർച്ച ചെയ്തിട്ടില്ല. അല്ല, ഇന്ന് ആ വക ചർച്ചകളൊന്നും ഉണ്ടായിട്ടേ ഇല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ളതാണല്ലോ, അതാണ് തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത്. മറ്റു ആലോചനകളൊന്നും ഇപ്പം ഉണ്ടായിട്ടില്ല. 27-ാം തീയതി UDF ഉണ്ട്, 27-ന് UDF ഉണ്ട്. സ്വാഭാവികമായി ഉദയകക്ഷി ചർച്ചയും നടക്കും, UDF ആയിട്ടുള്ള ആലോചനകളും നടക്കും. ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്യും. UDF വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും. സ്ഥാനാർത്ഥിത്വ നിർണയത്തിന്റെ ഘട്ടത്തിൽ എത്തിയിട്ടില്ല, ഇപ്പം അത് ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല, പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗമല്ല അത് മതസംഘടനകളും സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു യോഗം തങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കപ്പാസിറ്റിയിൽ അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് വിളിച്ചു കൂട്ടുന്നത്. സാമുദായിക സംഘടനകളുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന സൗഹാർദ്ദ വേദി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആർക്കെങ്കിലും 3 ടേമിൽ ഇളവ് കൊടുത്തു, കഴിഞ്ഞ ആർക്കും കൊടുത്തില്ലായിരുന്നു, പക്ഷെ നിയമസഭയിൽ പല ആളുകൾക്കും കൊടുത്തു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പം നിലവിലുള്ള സ്ഥിതിഗതികൾ ആണ് കഴിഞ്ഞ ദിവസം തങ്ങൾ എടുത്ത് പറഞ്ഞത്. മറ്റ് നിയമസഭയോ അല്ലെങ്കിൽ മറ്റൊന്നും ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിട്ടില്ല, ഇന്ന് വന്നിട്ടില്ല. എന്താ പറഞ്ഞത്? അല്ല, അതെ, അതിപ്പോൾ നമ്മൾ ആലോചിക്കാത്തൊരു വിഷയങ്ങൾ ചോദിച്ചാൽ ഇപ്പോൾ പ്രസക്തിയില്ല. അതിൻ്റെ അത് പിന്നെ ഈ നിലവിൽ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തു, ആ വിഷയത്തിലേക്ക് ചർച്ച പോയിട്ടേ. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം അസംബ്ലി സീറ്റുകൾ ഏതൊക്കെ പാർട്ടികൾ എന്നുള്ളത് ആലോചനക്ക് വന്നിട്ടില്ല, സീറ്റ് വിഭജനം വന്നിട്ടില്ല. അതിന് കൂടുതൽ മറുപടി പറയേണ്ട ആവശ്യമില്ല, അപ്രസക്തമായ ചോദ്യമാണ്. അങ്ങനെ ഒരു വിഷയം തന്നെ ആലോചനക്ക് പോലും വന്നിട്ടില്ല. അതല്ലാതെ സ്വാഭാവികമായി തന്നെ ബുദ്ധിശൂന്യതയാണ്. ഇപ്പം ഉണ്ടോ അങ്ങനെ ഒരു വിഷയം ആലോചിക്കൽ? അന്തരീക്ഷത്തിൽ നിർത്തിട്ട് സീറ്റുകളുടെ കാര്യമൊന്നും ആലോചിക്കുന്ന ഒരു വിഷയവും വന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു രാഷ്ട്രീയ പാർട്ടി എപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ആരും എത്തിയില്ല. കോൺഗ്രസ് ലീഡർഷിപ്പിൽ ലീഗാണ്. സ്വാഭാവികമായിട്ട് ലീഗ് കോൺഗ്രസ് ബന്ധത്തിലൊക്കെ പഴയതുപോലെയുള്ള ഒരു ഊഷ്മളത ഇപ്പോഴുണ്ടോ? കോൺഗ്രസ് നേതൃത്വം കുറച്ചുകൂടി ഒരു ലീഗിനെ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ടതല്ലേ? അങ്ങനെ പരിഗണിക്കുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. അങ്ങനൊന്നുമില്ല. ഇപ്പോൾ പരസ്പര സഹായം എന്ന് പറഞ്ഞത് പരസ്പരമുള്ള ശാക്തിക ബന്ധങ്ങളുടെ പിന്നെ ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതല്ലേ. അപ്പോൾ ഇതിലൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ലീഗും കോൺഗ്രസും തമ്മിൽ എല്ലാ കാലത്തുണ്ട്. അതിൽ പരിഗണനക്കുറവൊക്കെ ഞങ്ങളോട് വരും എന്നൊരു തോന്നലേ ഞങ്ങൾക്കില്ല. അതൊന്നും അങ്ങനത്തെ ആശങ്കകളൊന്നും ലീഗിനില്ല. ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ നിലവിലെ രാഷ്ട്രീയ അവസ്ഥ ഒക്കെ നിരീക്ഷിക്കുന്നുണ്ട്. അതിന് വല്ല അഭിപ്രായവും പറയാനുണ്ടെങ്കിൽ പാർട്ടി ആലോചിച്ച് അതിൻ്റെ വേദിയിലും അല്ലെങ്കിൽ ബൈലാറ്ററൽ ടോക്കിലും ഒക്കെ അത് പറയും. അതിപ്പോൾ
പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ട ഒരു വിഷയം ഇപ്പോൾ വന്നിട്ടില്ലാത്തതുകൊണ്ട് അത് പറയാം. ശരിക്കും കോൺഗ്രസിലെ പ്രശ്നങ്ങളിലെ ശശി തരൂരിന്റെ പ്രസ്താവനകളൊക്കെ UDF-ന്റെ പ്രതീക്ഷകളെ തന്നെയല്ലേ നേതൃത്വം സ്വാധീനിക്കുന്നത്? അതിനെ തിരിച്ചടിയാവില്ല? ചിലപ്പോൾ ഈ ചർച്ചകളൊക്കെ പിന്നെ അതിൻ്റെ പര്യവസാനം എന്ന് പറയുന്നത് സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുണ്ട്. കാരണം ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ച് വന്ന ഒരു കോൺട്രവേഴ്സി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ, ഇത് ശരിക്കും UDF-ന്റെ കാലത്ത് ഇടതുപക്ഷം ഒന്ന് സഹകരിച്ചിരുന്നു എങ്കിൽ വളരെ വ്യത്യാസം ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി. അതാണ്ടായത്. കാരണം മാത്രമല്ല, നിലവിലുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നത് UDF-ന്റെ കാലത്താണ്. എമർജിങ് കേരളയും ജിമ്മും ഒക്കെ വന്ന് ഞാൻ പറയട്ടെ, ഈ സ്റ്റാർട്ടപ്പ് തന്നെ കൂടുതൽ പറയാനുണ്ട്. എറണാകുളത്ത് പിന്നെ അവർ വിളിച്ച മീറ്റിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ ഒരു സാധനം തന്നെ ഇന്ത്യ രാജ്യത്ത് ഇല്ലാത്ത കാലത്ത് അത് കൊണ്ടുവന്നത് UDF-ആണ്. മറ്റു സംസ്ഥാനങ്ങൾ ഇവിടെ വന്ന് കോപ്പി ചെയ്യേ അത് ഈ സ്റ്റാർട്ടപ്പുകൾ. അതിൻ്റെ നിങ്ങളതിൽ മീഡിയ റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ, 2015 മീഡിയ റിപ്പോർട്ടുണ്ടാവും. ഫയലെടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി. ഇന്ത്യയിൽ ആദ്യമായി സ്റ്റാർട്ടപ്പ് എന്ന ആശയം കൊണ്ടുവന്നത് UDF-ആണ്. അത് സംബന്ധിച്ച അജണ്ട ക്യാബിനറ്റിൽ കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇന്ത്യ രാജ്യത്ത് ഈ സാധനം തന്നെ ഉണ്ടായിരുന്നില്ല, സ്റ്റാർട്ടപ്പുകൾ. അന്ന് ഇന്ത്യയിൽ ഉള്ള ഏക സ്റ്റേറ്റ് കേരളമാണ്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഏറ്റവും പെർഫോം ചെയ്ത സ്റ്റേറ്റും കേരളമാണ്. പിന്നെ 10 കൊല്ലം കിട്ടിയപ്പോൾ ഒരിത്തിരി അത് ചെയ്തു എന്നുള്ളത് വെച്ച് അതിൽ സർവീസും ഒക്കെ കൂട്ടി ചേർത്ത് ഇനി അവിടെ പറയാം. ഇപ്പൊ കൂടുതൽ ഞാൻ പറയുന്നില്ല. ഈ ജിമ്മിലും എമർജിംഗ് കേരളയിലൊക്കെയുള്ള LDF-ന്റെ പ്രതിപക്ഷത്തിന്റെ നിലപാടെന്തായിരുന്നു? പ്രതിപക്ഷം പങ്കെടുത്ത ഘട്ടമുണ്ട്, പങ്കെടുക്കാത്ത ഘട്ടമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വളരെ റവല്യൂഷണറി ആയിട്ടുള്ള തീരുമാനങ്ങൾ പലതും ഞങ്ങൾ എടുക്കാൻ പോയപ്പോൾ അതിനൊന്നും സപ്പോർട്ട് വന്നിട്ടില്ല. ഇപ്പോൾ റോഡിൻ്റെ കാര്യമാണല്ലോ അവരേറ്റവും കൂടുതൽ ക്ലെയിം ചെയ്യുന്നത്. അതേ റോഡ് എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞിട്ട് പുതിയ ആശയം എന്നുള്ളവർക്ക് എമർജിംഗ് കേരളയിൽ വന്നു. ഞങ്ങൾ അവതരിപ്പിച്ചാണ് കേരളത്തിൻ്റെ മുമ്പിൽ. ഞങ്ങൾ അവതരിപ്പിച്ചു, അത് പ്രസൻറ്റേഷൻ നടത്തി, പ്രൊഫഷണലായ പ്രസൻറ്റേഷൻ നടത്തി, അത് ഉണ്ടാക്കാൻ പോകുന്ന സാധ്യതകൾ പറഞ്ഞു. ഒരു തരി സഹകരണം തന്നിട്ടില്ല. അല്ല, കേരളയിൽ എന്നുള്ളത് എക്സ്പ്രസ് പിന്നെ വേറൊരു പേരിൽ UDF-ന്റെ കാലത്ത് പണ്ടേ ഉള്ള ഒരു സാധനം തന്നെ. അതെടുത്ത് കേരളയിലാക്കി പുതിയ ഇതിൽ വളരെയധികം ബുദ്ധിമുട്ട് തരുന്ന രീതിയിൽ അവർ അവതരിപ്പിച്ചു. അതിന് സ്വാഭാവികമായ എതിർപ്പുണ്ടായി. പക്ഷേ എക്സ്പ്രസ് ഹൈവേക്ക് ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം കേരളയിൽ പദ്ധതിയെ സംബന്ധിച്ച് വന്ന ഡൗട്ട് എന്ന് പറഞ്ഞത് അതിൻ്റെ ഫീസിബിലിറ്റിയാണ്. ഒരു എക്സ്ക്ലൂസീവ് റെയിൽ വേണോ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ, ഇവിടുത്തെ ഈ ഫ്ലഡ് സിറ്റുവേഷനിൽ എന്നൊക്കെയുള്ള കുറച്ച് പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിൻ്റെ ഫീസിബിലിറ്റിയും ഒക്കെ. അതുകൊണ്ടാണ്. പിന്നെ മാത്രമല്ല, അതുണ്ടാക്കുന്ന നഷ്ടങ്ങളും ഹ്യൂമൻലി പ്രോബ്ലം ഒക്കെ. മറ്റേ എക്സ്പ്രസ് ഹൈവേക്കൊന്നും അതുണ്ടായിരുന്നില്ല. ഞങ്ങൾ കൊണ്ടുവന്നത് ഇപ്പോഴത്തേനേക്കാൾ പ്രയാസം കുറവായിരുന്നു. ഇപ്പോഴത്തെ റോഡ് നിലവിലുള്ള ഒരുപാട് ക്രിയേറ്റ് ചെയ്ത അസറ്റുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് വേറൊരു ഇത്രയും നഷ്ടം വരുത്താത്ത രീതിയിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്തിരുന്നു. അന്ന് അവർ ഒരു പോസിറ്റീവ് സ്റ്റെപ്പ് എടുത്തില്ല. ഈ ശശി തരൂരിന്റെ വിവാദം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ഡാറ്റ വെച്ചിട്ടാണോ പറഞ്ഞത്? ശശി തരൂർ ഡാറ്റ പരിശോധിക്കാതെയാണ് പറഞ്ഞ ആരോപണം. ഡാറ്റ പരിശോധിച്ചതിന് ശേഷം ഡാറ്റ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരാൾ താങ്കളാണ്. വിവാദം ഉണ്ടായതിനു ശേഷം ശശി തരൂർ ബന്ധപ്പെട്ടിരുന്നു? അതിന്റെ ഇല്ല, ഞങ്ങൾ ഈ കോൺട്രവേഴ്സി വന്നതിന് ശേഷം പരസ്പരം സംസാരിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങളെപ്പോഴും സംസാരിക്കാറുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറൊക്കെ സംബന്ധിച്ചുള്ള ഡിബേറ്റും ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. അത് സംബന്ധിച്ച് ഒരു അക്കാഡമിക് ഡിസ്കഷൻ വന്ന് ഞങ്ങൾ കൺവിൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം UDF-ആണ് ഇവിടെ ഈ പറഞ്ഞതുപോലെ. ഇപ്പോൾ കാക്കനാട് ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ മതി. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ? കാക്കനാട് 2001 ഗവൺമെൻറ് വരെ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഞങ്ങളാണ് 10 മാസം കൊണ്ട് ഇൻഫോ പാർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ആർക്കെങ്കിലും തർക്കിക്കാൻ പറ്റുമോ? IT ഡെസ്റ്റിനേഷനാക്കി കൊച്ചിയെ മാറ്റിയത് ഞങ്ങളാണ്.
സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഞങ്ങൾ. അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തതാണ്. പക്ഷേ എഡ്യൂക്കേഷൻ ഓപ്പൺ ചെയ്തത് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളെ പറ്റി പറയുന്നു. എങ്ങനെയെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ടെക്നോളജി പഠിച്ച കുട്ടിയോ ഇല്ലാതെ, ചെറുപ്പക്കാരിയോ ഇല്ലാതെ എങ്ങനെ സ്റ്റാർട്ടപ്പ് ഉണ്ടാവും? പുതിയ ഐഡിയാസ് ഉണ്ടാവും. ആ പ്രൊഫഷണൽ വിദ്യാഭ്യാസം കേരളത്തിൽ സാർവത്രിക ആക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയപ്പോൾ എന്തായിരുന്നു അവരെടുത്ത നിലപാട്? അപ്പോൾ ഞാനതാ അന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞു, ഇപ്പോൾ പശ്ചാത്താപം ഉണ്ടായത് നന്നായി എന്നുള്ളത്. മാറ്റം വരുന്നത് ആർക്കായാലും നല്ലതാണ്. അവർക്ക് മാറ്റം വരട്ടെ. അപ്പോൾ കേരളത്തിൻ്റെ ഇൻട്രസ്റ്റ് നോക്കി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണ്. ഈ കണ്ണൂർ CPM-ന്റെ നേതൃത്വത്തിലുള്ള AKG പഠനകേന്ദ്രം, അതുപോലെ പാട്ടിങ്കോപ്പന്റെ പഠനകേന്ദ്രത്തില് സെമിനാറിന് തനത് ഫണ്ട്, അവിടുത്തെ തദ്ദേശ സംഭരണങ്ങളുടെ ഫണ്ട് നൽകാൻ വേണ്ടി സർക്കാർ പ്രത്യേക ഉത്തരവിറക്കിയിരിക്കുകയാണ്. 1.5 ലക്ഷം രൂപ വരെ കൊടുക്കാമെന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിന്റെ സംഘാടകർ എന്ന് പറയുന്ന CPM നേതാക്കളാണ്, സെമിനാർ നടത്തിപ്പുമല്ല. അത് ശരിയാണോ? അത്തരത്തിൽ എനിക്കറിയില്ല, അറിയില്ല. അത് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. ശരി. ശശി തരൂരും കോൺഗ്രസ് തമ്മിലൊരു തർക്കം ഇല്ല, അത് അതിൻ്റെ ആവശ്യമില്ല. ഹൈക്കമാൻഡ് തന്നെ അവരുടെ പാർട്ടിക്കാർ അവർ സോർട്ട് ഔട്ട് ചെയ്തോളും. അതാണ്. അല്ല, ഞങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയുന്നത് ഇത് UDF-നെ ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടെന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പറയും. ഇപ്പം അങ്ങനത്തെ ഒരു സ്ഥിതി ഇല്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ കോൺഗ്രസിന് സോർട്ട് ഔട്ട് ചെയ്യാൻ ഉള്ള സംവിധാനം അവർക്ക് തന്നെ ഉണ്ട്, അവർ ചെയ്തോളും. ഇപ്പം ഞങ്ങൾക്കൊക്കെ ക്ഷണല്ലേ, എവിടെ പോയിക്കൂടാന്നുണ്ടോ? നമ്മൾ ഇല്ല, അതൊന്നുമില്ല. അതൊക്കെ വാർത്തകളിൽ ഓവറായിട്ട് ഇല്ല അങ്ങനെയുള്ള ഇതൊന്നും. ഈ വാർത്തയിലൊക്കെ നിറം പിടിപ്പിച്ച വാർത്തകൾ വരുന്ന അങ്ങനെയൊന്നുമില്ല. അതൊക്കെ സോർട്ട് ഔട്ടായി പോകും, നോക്കിക്കോളും. കൃത്യമായി മുന്നോട്ട് പോകുന്നു, പദ്ധതി തയ്യാറാക്കി. അതേസമയം തന്നെ കോൺഗ്രസ് താഴെത്തട്ടിൽ നിർജ്ജീവമാണ് എന്ന ആക്ഷേപം ലീഗ് അണികൾക്കിടയിൽ തന്നെയുണ്ട്. അങ്ങനെ ഇല്ല. ഞങ്ങൾ ഒരുമിച്ച് പറയേണ്ട ചോദ്യവും അതിനുള്ള മറുപടി അത് 27-ാം തീയതി UDF ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. ശരി.